ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് 26. മരുപ്രദേശങ്ങൾ. ഈ മഹാമരുഭൂമിയിൽ നീ സഞ്ചരിക്കുന്നത് അവൻ അറിഞ്ഞിരുന്നു. ആവർത്തന പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം. ഞാനൊരു യുവ വിശ്വാസിയായിരുന്നപ്പോൾ പർവ്വതമുകൾ അനുഭവങ്ങളായിരിക്കും ഞാൻ യേശുവിനെ കണ്ടുമുട്ടുക എന്ന് ഞാൻ കരുതി. എന്നാൽ ആ ഉയരങ്ങൾ അപൂർവമായി മാത്രമേ നീണ്ടു നിൽക്കുകയും വളർച്ചയിലേക്ക് നയിക്കുകയും ചെയ്യുകയുള്ളൂ. മരുഭൂമിയിലാണ് നാം ദൈവത്തെ കണ്ടുമുട്ടുകയും വളരുകയും ചെയ്യുന്നത് എന്ന് എഴുത്തുകാരി ലീന അബുജറ പറയുന്നു. നമ്മുടെ ജീവിതത്തിലെ മരുപ്രദേശങ്ങൾ നമ്മെ ശക്തരാക്കുന്നതിന് ഉപയോഗിക്കുക എന്നതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം എന്ന് മരുഭൂമിയിലൂടെ എന്ന വേദപുസ്തക പഠനത്തിൽ അവർ എഴുതുന്നു. നിങ്ങളുടെ വേദനയുടെ നടുവിൽ ലഭിക്കുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. വേദനയുടെ അഭാവത്താൽ തെളിയിക്കപ്പെടേണ്ടതല്ല ആ കൃപ എന്ന് അവർ തുടരുന്നു. വ്യസനം, വിയോഗം, വേദന എന്നിവയുടെ കഠിനമായ ഇടങ്ങളിലാണ് നമ്മുടെ വിശ്വാസത്തിൽ വളരാനും ദൈവത്തോട് കൂടുതൽ അടുക്കാനും ദൈവം നമ്മെ സഹായിക്കുന്നത്. ലിന മനസ്സിലാക്കിയതുപോലെ ദൈവത്തിൻ്റെ പദ്ധതിയിലെ ഒരു നോട്ടപ്പിശകല്ല മരുഭൂമി, മറിച്ച് അതായത് നമ്മുടെ വളർച്ചാ പ്രക്രിയയുടെ അവിഭാജ്യ ഘടകമാണത്. പഴയ നിയമത്തിലെ അനേക ഗോത്ര പിതാക്കന്മാരെ ദൈവം മരുഭൂമിയിലേക്ക് നയിക്കുകയുണ്ടായി. അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും മരുഭൂമിയിലെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. മരുഭൂമിയിൽ വെച്ചാണ് ദൈവം മോശയുടെ ഹൃദയം ഒരുക്കിയെടുത്തുകൊണ്ട് തൻ്റെ ജനത്തെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവരാൻ മോശയെ വിളിച്ചത്. മരുഭൂമിയിൽ വെച്ചാണ് ദൈവം തൻ്റെ സഹായം പ്രദാനം ചെയ്തും മാർഗനിർദ്ദേശം നൽകിയും 40 വർഷത്തോളം ഇസ്രായേൽ മക്കളുടെ യാത്രയെ കരുതലോടെ കാത്തത്. മരുഭൂമിയിലൂടെയുള്ള അവരുടെ ഓരോ ചുവടുവെപ്പിലും ദൈവം മോശയോടും ഇസ്രായേൽ ജനത്തോടും ഒപ്പം ഉണ്ടായിരുന്നു. നിങ്ങളുടെയും എൻ്റെയും ചുവടുവെപ്പിലും ദൈവം നമ്മോടൊപ്പമുണ്ട്. മരുഭൂമിയിൽ നാം ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിക്കുന്നു. അവിടെ ദൈവം നമ്മെ കണ്ടുമുട്ടുന്നു. അവിടെ വെച്ച് നാം വളരുന്നു. ചിന്തിക്കുക, എപ്പോഴാണ് ദൈവം നിങ്ങളെ ഒരു മരുഭൂമിയിൽ വെച്ച് കണ്ടുമുട്ടിയത്? അതിൻ്റെ പരിണിത ഫലം എന്തായിരുന്നു? ദൈവത്തിന് മഹത്വം.